നമസ്കാരം. വീണ്ടും DMKക്ക് ചൈനയോടുള്ള പ്രത്യേക സ്നേഹം പുറത്തു വന്നു. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സിൽ ചൈനീസ് ഭാഷയിൽ ബോർഡ് പ്രദർശിപ്പിച്ചതിൽ വിവാദം ഉയരുകയാണ്. ദിണ്ടിഗലിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ബസ്സിലാണ് തമിഴിന് പകരം ചൈനീസ് ഭാഷയിൽ മന്ദാരിനിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിക് നെയിം പ്ലേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. DMK സർക്കാരിന്റെ ചൈനീസ് കാതലിനെ വിമർശിച്ച് തമിഴ്നാട് BJP IT സെൽ വൈസ് പ്രസിഡന്റ് കാർത്തിക് ഗോപിനാഥനും രംഗത്ത് വന്നിട്ടുണ്ട്. മണ്ടാരിൻ ഭാഷയിലുള്ള നെയിം ബോർഡ് സ്റ്റാലിൻ സർക്കാരിന്റെ ചൈനീസ് പ്രേമത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി. കനിമൊഴി അക്ക പറഞ്ഞതുപോലെ ചൈന നമ്മുടെ പ്രഖ്യാപിത ശത്രുവല്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. 2024 ഫെബ്രുവരിയിൽ തൂത്തുക്കുടി ജില്ലയിൽ ISRO വിക്ഷേപണ സമുച്ചയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് DMK സർക്കാർ പ്രസിദ്ധീകരിച്ച പരസ്യവും ചൈനീസ് പ്രേമം കൊണ്ട് വിവാദത്തിലായിരുന്നു. ISRO റോക്കറ്റിന് പകരം ചൈനീസ് പതാക വഹിച്ച റോക്കറ്റാണ് അന്ന് പ്രദർശിപ്പിച്ചത്. ചോറ് ഇവിടെയാണെങ്കിലും കൂറ അങ്ങോട്ടാണെന്ന് DMK സർക്കാർ വീണ്ടും തെളിയിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.